are different from the Hindus in every possible aspect of life. Our religion is different, our customs are different, our traditions are different, our thoughts are different, our ambitions are different. That was the foundation of the two-nation theory that was laid there. That we are two nations, we are not one nation. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാകിസ്ഥാനി പ്രവാസികളുടെ സമ്മേളനത്തിൽ പാക് സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞ വാക്കുകളാണ്. ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് മനസ്സുകളെ വെട്ടിമുറിക്കുന്ന പരാമർശം നടത്തിയത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഹിന്ദുക്കളെക്കാൾ വ്യത്യസ്തരാണത്രേ. ഇങ്ങനെ വിഷം കുത്തിവെച്ച് അവരെ മനുഷ്യരില്ലാതാക്കുന്ന ചെകുത്താൻ പ്രമാണങ്ങൾ. ലോകത്തിന്റെ പറുദീസയായ പഹൽഗാമിൽ എല്ലാ സമ്മർദ്ദങ്ങളും മാറ്റിവെച്ച് ഒന്ന് ആശ്വസിക്കാനെത്തിയവരെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെടിവെച്ചു വീഴ്ത്താൻ കാരണമായ വിഷവാക്കുകൾ. മധുവിധുവിന്റെ മധുരം മാറും മുൻപ് വൈധവ്യത്തിലേക്ക് മാറിയ ഹിമാൻഷിയും സ്വന്തം കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് വീണ അച്ഛനെ കണ്ട ആരതിയും ഒക്കെ ഉയർത്തുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിക്കെതിരായ ചോദ്യങ്ങളാണ്. വിനോദത്തിൽ നിന്ന് വിയോഗത്തിലേക്കും വിരഹത്തിലേക്കും വിലാപത്തിലേക്കും മാറിയ പഹൽഗാം കാഴ്ചകൾ ആഴത്തിൽ പരിശോധിക്കുകയാണ് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക്. സുരക്ഷിതമോ കശ്മീർ? ഇന്നത്തെ എന്റെ അതിഥികൾ: പ്രതിരോധ വിദഗ്ധൻ മേജർ രവി, മലയാളി കമ്മ്യൂണിറ്റി ലീഡർ സുനിൽ വർഗീസ്, 24 USA ഹ്യൂസ്റ്റൺ ബ്യൂറോ ചീഫ് രഞ്ജിത്ത് പിള്ള എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ശ്രീ മേജർ രവി. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഹൽഗാമിലെത്തിയ നോർവീജിയൻ സഞ്ചാരിയായ ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോയെ കഴുത്തറുത്ത അൽഫറാൻ തീവ്രവാദികൾ വധിച്ചു. അതിനുശേഷം നിരവധി ഭീകരാക്രമണങ്ങളാണ് ആ താഴ്വര കണ്ടത്. പിന്നീട് കശ്മീർ പതുക്കെ ശാന്തമായി. ജനങ്ങൾ അവിടെ വളരെ ആഘോഷപൂർവ്വം എത്തി. സമാധാനപൂർവ്വം സമ്മർദ്ദങ്ങൾക്ക് അവർ പരിഹാര കേന്ദ്രമായി ലോകത്തിന്റെ ആ പർദീസയെ കണ്ടു. അങ്ങനെ മുഖം മാറ്റി വന്ന കശ്മീരിലാണ് പുതിയൊരു മോഡസ് ഓപ്പറാൻഡിയോടുകൂടെ ദി ടെറർ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന TRFന്റെ ഒരു ആക്രമണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? അന്നത്തെ നോർവീജിയൻ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഉറി പ്രൊജക്റ്റൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു ഇവരോട് വന്നിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, ഇവർ കപ്പിളായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെ കുറേ കാലത്തിന് കാണാതെയായി. അതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിയിട്ടുള്ള ശരീരം നമുക്ക് കിട്ടിയത്. അതിനുശേഷം ഇൻ്റർനാഷണൽ റിപ്രിക്കേഷൻസ് എഗൻസ്റ്റ് ദ മിലിറ്റൻസ് വർ വെരി നെഗറ്റീവ് ആൻഡ് സ്ട്രോങ് എഗൻസ്റ്റ് ദം. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നീട് അത് മനസ്സിലാക്കി ഇത് വലിയൊരു ഡാമേജാണ്. അവരുടെ മിലിറ്റൻസിക്ക് ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് കിട്ടാതെ വന്നൊരു ജനറലി ലോകരാഷ്ട്രങ്ങളാരും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ദെൻ ദർ വർ ലോട്ട് ഓഫ് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ഹു വർ സപ്പോർട്ടിങ് ISIA ഫോർ ദിസ് മിലിറ്റൻസി ടു ഫൈറ്റ് എഗൻസ്റ്റ് ഇന്ത്യ ഇൻ കശ്മീർ. സോ ആ സമയത്ത് ഈ നോർവീജിയൻ്റെ മരണത്തിന് ശേഷം ഇൻ്റർനാഷണൽ ഫോറംസ് മുഴുവൻ, ഈവൻ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് കൂടെ ഓപ്പണായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. സോ ദേ ലേൺഡ് എ ലെസൺ. അതിനുശേഷം അവർ ഫോറിനേഴ്സിനെ ഒരിക്കലും അവർ ടച്ച് ചെയ്തിട്ടില്ല. ഇന്നലത്തെ ഈ സംഭവത്തിനകത്ത് ദർ ഈസ് വൺ ഫോറിനർ ഓൾസോ, ദാറ്റ്സ് വാട്ട് ഐ ഹേർഡ്. അതവർ അറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്തായാലും ശരി, അതൊരു ഇൻറ്റൻഷനലായില്ലായിരുന്നു. അവരുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു മിലിറ്റൻസ് അറ്റാക്ക് എന്ന് പറയുന്നത് ബേസിക്കലി കശ്മീരിൻ്റെ വളർച്ച ദേ വർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. ബിക്കോസ് ദാറ്റ് വാസ് നല്ല വളക്കൂറുള്ളൊരു മണ്ണായിരുന്നു ടെററിസത്തിന് കശ്മീർ, വിച്ച് ദേ വർ യൂസിങ് ഇറ്റ്. കാരണം ഓൾ ഓവർ ദ നോർത്തേൺ സൈഡ്, വെസ്റ്റേൺ സൈഡ് തൊട്ടിട്ട് കംപ്ലീറ്റ് നോർത്ത് കവർ ചെയ്തിട്ട് ഒരു അപ് ടു എഗെയിൻ ഒരു നോർത്ത് സൗത്തിലോട്ട് നോർത്ത് നിന്ന് ഈസ്റ്റോട്ട് പോകുന്ന വരയ്ക്കും ബോർഡേഴ്സ് അൺറിട്ടൺ, വിത്തൗട്ട് എനി ബാർബഡ് വയർ ഓർ പിക്കറ്റ്സ്. There is a lot of unwritten line of control. അതിനകത്തൂടെ ഇവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴികളുണ്ട്. അപ്പോൾ അതിലൂടെ ഇവരുടെ മിലിറ്റൻസി ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ആ വളർത്തിക്കൊണ്ടിരുന്ന മിലിറ്റൻസിയിൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് 370 ആർട്ടിക്കിൾ ഈസ് ഗോൺ. 370 ആർട്ടിക്കിൾ കൊണ്ട് പോയപ്പം ജനങ്ങൾ റിയലൈസ് ചെയ്തു ദിസ് ഈസ് വാട്ട് ആക്ച്വലി ലൈഫ്. Because now people are they are making money out of the, അവർക്ക് ഗവൺമെൻറ് സബ്സിഡിക്ക് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. They are well settled because of their income.
ത്രൂ ദ ഷിക്കാര അല്ലെങ്കിൽ ബോട്ട് ഹോഴ്സസ് കാറ് ഹോട്ടൽ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ദേ വർ മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി ആൻഡ് ദേ റിയലൈസ് സർക്കി നൗ വി ആർ സ്റ്റാൻഡിങ് ആൻഡ് വി ആർ ലിവിങ് വിത്ത് അവർ ഹെഡ് ഹൈ. ഒരാൾ വന്നാലും ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവർ 3 വർഷത്തിൽ മനസ്സിലാക്കി. ആദ്യത്തെ വർഷത്തിൽ ഇൻഫ്ലോ വാസ് ഓക്കെ. പക്ഷെ കഴിഞ്ഞ വർഷത്തിൻ്റെ ഇൻഫ്ലോ വാസ് 2.3 crore ടൂറിസ്റ്റുകളാണ് കാശ്മീർ വിസിറ്റ് ചെയ്തത്. അതിനെയാണ് അവർക്ക് മനസ്സിലായത് ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ കാശ്മീർ മിലിറ്റൻസിക്ക് വഴങ്ങില്ല, ഈ ജനങ്ങളെ ഇനി പേടിപ്പിക്കണം, അത് ഗവൺമെൻറ്റിലേക്ക് ഒരു ഇതും കൊടുക്കണം എന്നുള്ളത് വന്നപ്പം ഈ സമയത്ത് ചെയ്തിട്ടുള്ളത് ടോട്ടലി ഒരു മിലിറ്റൻസി ബേസ്ഡ് അറ്റാക്ക് അല്ലാതെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ കൽമ ചൊല്ലിപ്പിച്ചുകൊണ്ട് ഹിന്ദു ആണോ അല്ലെങ്കിൽ മുസ്ലിം ആണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെടിവെച്ചു വന്നു? ഇവിടെ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന മിലിറ്റൻസി എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസത്തിനെ ബ്രേക്ക് ചെയ്യുക, സോ ദാറ്റ് എഗെയിൻ കാശ്മീർ വിൽ കം ബാക്ക് ടു ദാറ്റ് പോവർട്ടി. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മിലിറ്റൻസിനെ എഗെയിൻ കമാൻഡ് ചെയ്യാം. ഈ ഒരു ഇൻറ്റൻഷനിൽ വന്നിട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു മിലിറ്റൻസും ചെയ്യാത്തൊരു സംഭവമാണത്. ഈ സമയത്ത് അന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഹിന്ദു ഏത് മുസ്ലിം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചും മറിച്ചും. അപ്പം എന്താണ്, ഇവരൊരു ലാർജർ ബ്രോഡ് പെർസ്പെക്റ്റീവിൽ ഒരു നോക്കുകയാണ്. ഇവിടെ ഒരു ബോംബ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പലയിടത്തും പൊട്ടണം. അതിനാണ് ഈ ഒരു ഡയലോഗ്. അപ്പോൾ അവിടെ എന്താണ്, ഇവിടെയുള്ള മെജോറിറ്റിയും മൈനോറിറ്റിനെയും സെക്കൻഡ് മെജോറിറ്റിനെയും കൂടെ അടുപ്പിച്ചു ശരി, അങ്ങ് പറയുന്നത് വ്യക്തമാണ് ശ്രീ സുനിൽ വർഗീസ്. ഇപ്പൊ കശ്മീർ ഒരിക്കൽ ഒരു ഭീകരവാദത്തിന് വിളനിലമായ അല്ലെങ്കിൽ നല്ല വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു. അതിനുശേഷം കശ്മീർ മാറുന്നു, വികസനത്തിലേക്ക് മാറുന്നു. അപ്പോൾ കശ്മീരിനെ വീണ്ടും പഴയ പാതയിലേക്ക് കൊണ്ടുവരാൻ, വീണ്ടും ആ മണ്ണൊരുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഭീകരവാദ പ്രവർത്തനം, അതിന്റെ മോഡസ് ഓപ്പറാൻഡി തന്നെ വ്യത്യസ്തമാണെന്നാണ് ശ്രീ മേജർ രവി പറയുന്നത്. ഈ രാജ്യാന്തര സമൂഹം ഈ പഹൽഗാം ആക്രമണത്തെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇത്രയും ഒരു പൈശാചികമായി അവിടെ കൊല ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. രണ്ടാമത് ഇതിൽ നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ വളരെ മിടുക്കനായിട്ടിരിക്കുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ളതും സംസാരിച്ച ഒരാളാണ് മേജർ രവി. അദ്ദേഹം വളരെ വ്യക്തമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താണ് കാര്യം എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ള ഞാനൊരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് ഒന്നും ഇരുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ കുറെ ഞങ്ങളിപ്പം അമേരിക്ക ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനവിടെ കാശ്മീരിൽ ഒരു 3-4 മാസം മുമ്പ് ഫാമിലിയായിട്ട് പോവുകയും ചെയ്തിരുന്നു. പല സ്ഥലം വളരെ ഫ്രീ ആയിട്ട് രാവിലെ 7 മണിക്ക് ഞാനും വൈഫും നടക്കാൻ പോയിരുന്നു അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരേ ഒരു പ്രശ്നം, ഞാൻ അതിലേക്ക് ഒന്ന് കടന്നു വരാം അതിലേക്ക്. അതായത് നമ്മുടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാകുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം 15 മില്യൺ അടുത്ത് താമസിക്കുന്ന കാശ്മീരിലുള്ള സ്ഥലത്ത് എന്റെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 7 ലക്ഷത്തിനടുത്ത് നമ്മുടെ ഫോഴ്സസ് ഉണ്ട്. അത് പണ്ട് പാരാമിലിറ്ററി ഗ്രൂപ്പിന് വിളിച്ചുകൊണ്ടിരുന്ന ആ ഫോഴ്സസ് അത് ഇപ്പം അത് എനിക്ക് തോന്നുന്നു CPE ആണെന്ന് തോന്നുന്നു, സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കൂടെ വരുന്നത്. അത് ഇപ്പോൾ ITBP ഉണ്ട്, CRPF ഉണ്ട്, BSF ഉണ്ട്, അവരെല്ലാം ഉണ്ട്. പക്ഷെ ഈ പോയ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒരു ഒറ്റ സ്ഥലത്ത് ഞാൻ ഇവിടെ പ്രസൻസ് കണ്ടില്ല. ഞങ്ങൾ പോയവരോ ഈ സർവ്വ സ്ഥലങ്ങളിൽ പോയിരുന്നു. കുതിരപ്പുറത്താണ് കൂടുതൽ സ്ഥലങ്ങളിലും പോയിരുന്നത്. ഈ പോയ സ്ഥലങ്ങളിലൊന്നും അവരുടെ പ്രസൻസ് കണ്ടിരുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രം അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഫോഴ്സസ്, അതായത് നമ്മുടെ ടൂറിസ്റ്റുകളെ ഒരിക്കലും അറ്റാക്ക് ചെയ്യും എന്ന് അവർ വിചാരിച്ചിരുന്നില്ല. അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലും ഈ ചെക്ക് പോയിന്റുകളിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റോഡുകളിലും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അവരുടെ ഹെവി പ്രസൻസ് ഉണ്ട്, അവരുടെ വളരെ ചെക്കിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒരു ഒറ്റ സ്ഥലത്ത് അവരെ ഞാൻ കണ്ടിരുന്നില്ല. അതൊരു വലിയ ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന അവർ വളരെ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട് അതിന്റെ. അതായത് നമ്മൾ we never thought, the administration never thought they're going to attack the tourists. കാശ്മീർ ഒരു എല്ലാ സ്റ്റേറ്റിനെ പോലെ ഒരു സ്റ്റേറ്റ് ആയി വരുന്നു. അത് ഉള്ള അസഹിഷ്ണുത, അതും സാമ്പത്തികമായിട്ട് നമ്മളെ അവിടെ കാശ്മീരിനെ തകർക്കാനുള്ള ഒരു ചിന്ത കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. രണ്ടാമത് ഈ അന്താരാഷ്ട്ര സമൂഹത്തിനേക്കാണ് ഞങ്ങളെപ്പോലുള്ള ഈ ലോക്കൽ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ മനസ്സിലാക്കുന്നത്, ഈ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഭയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം എൻ്റെ ഉണ്ടായിരുന്നു അവർക്ക്. അതായത് അങ്ങോട്ട് നമ്മൾ ആരും പോകരുത്, കാശ്മീരിനെ ഒറ്റപ്പെടുത്തുക. പക്ഷെ ഞാൻ കാശ്മീരിൽ കണ്ട ജനങ്ങളെ കണ്ട് സംസാരിച്ച് വളരെ ആൾക്കാരോട് സംസാരിച്ചിരുന്നു. ഇത്രയും സാധു ജനങ്ങൾ അവിടെ ഉള്ളവര്,
അവർക്ക് ഈ മതവും ഇതുപോലുള്ള തീവ്രവാദത്തിനൊന്നും സമയമല്ല. അവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളവർ. അവര് ടൂറിസം വളരെ വളരെ ഡൗൺ ടു എർത്ത് മനുഷ്യർ, വളരെ നല്ല മനുഷ്യർ. അപ്പൊ അവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവർക്കെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഈ തീവ്രവാദികൾക്ക് ഒരുവിധമായ സഹായങ്ങൾ കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ സെർവ് ചെയ്ത്, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ മുൻപ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് കാശ്മീരിലുണ്ടായിരുന്ന BSF DG ആയിരുന്നു. പേര് പറയുന്ന കുഴപ്പമില്ല, വിജയകുമാർ സാറ്. അത് വീരപ്പന്റെ ഓപ്പറേഷനിലൊക്കെ വളരെ ശക്തമായിട്ടുന്ന മുൻ തമിഴ്നാട് DGP, അദ്ദേഹം അവിടെ കാശ്മീരിൽ സെർവ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ കുറെ ആൾക്കാരോട്ടൊക്കെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് കാശ്മീരിനെ പറ്റിയിട്ട്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, കാശ്മീരിനെ സമാധാനത്തിന്റെ പാതയിൽ പോകുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനവരെന്തും ചെയ്യും. പക്ഷെ ഇതൊരു വലിയ പാഠമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ടൂറിസ്റ്റുകളെ ഇവർ അറ്റാക്ക് ചെയ്യുന്ന മനസ്സിലായതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അവിടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈ പാരാമിലിറ്ററി ട്രൂപ്പ് നമ്മുടെ ഫോഴ്സസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സ്ഥലം തുറന്നു കൊടുക്കുന്ന വാലിയുടെ പേര് ഞാൻ മറന്നുപോയി. പഹൽഗാമിൽ അടുത്തുള്ള സ്ഥലം, എനിക്കറിയായിരിക്കും, ഞാൻ മറന്നുപോയത്. അത് തുറന്നു കൊടുത്തത് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അഡ്മിനിസ്ട്രേഷനും ഫോഴ്സസുമായിട്ട് ഉണ്ടാകുമ്പോൾ അത് നാച്ചുറലി അത് വലിയൊരു ഡാമേജിലേക്ക് നയിക്കും. ഇതുപോലുള്ള വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കാം. എന്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ് സോഫാർ. ശരി, താങ്ക് യു. ശ്രീ രഞ്ജിത്ത് പിള്ളെ, അങ്ങൊരു AI സൈബർ വിദഗ്ധൻ കൂടിയാണ്. ഇപ്പോൾ ശ്രീ സുനിൽ വർഗീസ് പറഞ്ഞതുപോലെ അവിടെ ഒരു സുരക്ഷാ വീഴ്ച, അല്ലെങ്കിൽ ഇത്രയധികം ടൂറിസ്റ്റുകൾ വന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു CRPF അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ സൈനികനെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒപ്പം തന്നെ ഈ പാവപ്പെട്ടവരായ കശ്മീരി ജനത അവരുടെ ലോക്കൽ ടൂറിസത്തെ, പ്രാദേശിക ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കരിവാരി ഇടുക എന്ന് പറയുന്നത് തിരിച്ചു വീണ്ടും കശ്മീരിനെ പഴയ ഭീകരതയിലേക്ക് തള്ളിക്കൊണ്ടു പോവുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന തലത്തിൽ ചർച്ചകളുണ്ടോ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഈ മേജർ പറഞ്ഞതുപോലെ നമ്മൾ ആക്ച്വലി ഇവര് ഇതിന് ഉപയോഗിച്ച സമയം എന്ന് പറയുന്നത് പോലും വളരെ കാൽക്കുലേറ്റഡ് ടൈമാണ്. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രി സൗദിയിൽ നിൽക്കുന്ന സമയം, അതുപോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ള സമയം. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടാണ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയത്തില്ല ഇന്ത്യയുടെ ഒരു റിയൽ ടൈം ഇന്റലിജൻസ് കോർഡിനേഷൻ സിസ്റ്റംസ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒന്നുകൂടി പുനർചിന്തിക്കേണ്ടുന്ന സമയമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പൊ താങ്കൾ എന്നെ സാങ്കേതിക വിദഗ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കിപ്പോ AI പോലെയുള്ള അല്ലെങ്കിൽ ബിഗ് ഡേറ്റ അനാലിസിസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ടെററിസ്റ്റ് അറ്റാക്ക് മുൻകൂട്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. വേറൊരു കാര്യം, നമ്മൾ ഇതിനൊരു വ്യത്യസ്തമായ തലത്തിൽ നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കാശ്മീർ എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമാണ്. വളരെ നേരത്തെ നമ്മുടെ സുനിൽ വർഗീസ് പറഞ്ഞ പോലെ ഇവിടെ നിന്നൊക്കെ ടൂറിസ്റ്റ് ആളുകൾ ഇപ്പോൾ വളരെയധികം കാശ്മീരിലോട്ട് പോകാനായിട്ടുള്ള സന്നദ്ധതയുണ്ട്. അതിന്റെ മനോഹാരിത വളരെയാണ്. ഇന്നിപ്പോ ഹാഷ്മി പോലും കാശ്മീരിൽ നിന്നൊരു ലൈവ് ചെയ്തപ്പോൾ ആ കാശ്മീരിന്റെ മനോഹാരിത ഒരു സ്വിറ്റ്സർലാൻഡിനെക്കാളും മനോഹരമായ ഒരു ഏരിയയാണ് കാശ്മീർ. അപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് അങ്ങോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിലൊക്കെ ഒരു മങ്ങലേൽപ്പിക്കുക, അവിടുത്തെ ജനങ്ങളെ പിന്നെയും ഭീതിയിലാക്കുക, അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്താതിരിക്കുക, ഇങ്ങനെയുള്ള പല ഇന്റൻഷൻസ് ആണ് ഈ അറ്റാക്കിന്റെ ഒക്കെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതില് എന്റെ ഒരു ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് ഒരു പബ്ലിക് വിജിലൻസ് പ്രോഗ്രാംസ് കൃത്യമായിട്ടും നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതാണ്. ഈ സൈബർ സർവെയിലൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇന്ത്യ ഒരു സ്ട്രാറ്റജിക്കലി ഇതിലേക്ക് കൂടുതലായിട്ട് ഇന്ത്യയുടെ ഇൻപുട്ട് ഉണ്ടായാൽ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി തന്നെ തടയാൻ കഴിയുന്നതിലേക്ക് വരണം. കാരണം അങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ പോലെ അല്ലെങ്കിൽ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഇപ്പോൾ UN പോലെയുള്ള ഇന്റർപോൾ പോലെയുള്ള നമ്മുടെ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ സമ്മർദ്ദം കൂടുതൽ നൽകാനായിട്ട് ഇന്ത്യ ഈ സമയം പ്രയോജനപ്പെടുത്തുക. ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ
അതിന് ഒരുപാട് കോൺസിക്വൻസുകളുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു പക്ഷേ ഈ ടെററിസ്റ്റുകളുടെ ഉദ്ദേശം തന്നെ ഇന്ത്യയെ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പലസ്തീനിലൊക്കെ നടക്കുന്ന പോലെ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ കൂടി തള്ളിവിടുക എന്നൊരു ഉദ്ദേശം ഉണ്ടാകാം. അപ്പോൾ ഇതിനെല്ലാം സ്ട്രാറ്റജിക്കലി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവർ ഈ ഒരു ഭീകരവാദികള് നമ്മുടെ ഹൃദയത്തിലാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവർക്ക് പകരം നമുക്ക് ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അതിന് നമ്മൾ വൈകാരിക വശമുണ്ട്, പക്ഷെ സ്ട്രാറ്റജിക്കലി ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ഇന്റലിജന്റ്ലി കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം നമ്മൾ എടുത്തുചാടി ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതിന്റെ കോൺസിക്വൻസ് എല്ലാവർക്കുമുണ്ട്. ഓക്കെ, അതിലുപരി യുദ്ധത്തിനേക്കാൾ ഉപരി ഏതെല്ലാം തലങ്ങളിൽ ഈ പറയുന്നതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നമുക്ക് എത്തി അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എടുക്കാം, ആ പറയുന്ന തലത്തിലേക്ക് ഒരു ചിന്ത ഉയരണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിക്കുന്നത് ആ തലത്തിലാണ്. അതിൽ ഈ സൈബർ സർവൈലൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം ഈ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഡാർക്ക് വെബ് പോലെയുള്ള ഒരുപാട് തലങ്ങളിൽ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം കുറച്ചുകൂടി നമുക്ക് സുരക്ഷിതമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തണം, അതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ റിയൽ ടൈം ഇന്റലിജൻസ് കോർഡിനേഷൻ സെന്റേഴ്സുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ നമ്മൾ ടെക്നോളജിയെ കൂടി കുറച്ച് കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക്, ഈ വാർണിംഗ് മെസ്സേജസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി മുൻകൂട്ടി കിട്ടും. പിന്നെ എല്ലാം ഈ പറഞ്ഞില്ല, ജനങ്ങളാണ് നേരത്തെ നമ്മുടെ സുനിലൊക്കെ പറഞ്ഞതുപോലെ ഈ അവിടുത്തെ ജനങ്ങളുടെ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ അത് അവർ വിചാരിച്ചിരുന്ന ഒരു പോസിറ്റീവ് സൈഡിലോട്ട് പോയില്ല, തിരിച്ചത് അവർക്ക് തന്നെ ഒരു നെഗറ്റീവിലേക്ക് പോകുന്ന വസ്തുതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മേജർ ഈ പറയുന്നത് പോലെ നിലവിലെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒരു യുദ്ധത്തിലുപരിയായി ഇപ്പോൾ നമ്മുടെ രഞ്ജിത്ത് പിള്ള പറഞ്ഞതുപോലെ ഒരു പബ്ലിക് വിജിലൻസ് പ്രോഗ്രാം, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി മെച്ചപ്പെടുത്തുക, പല ഘട്ടങ്ങളിലായുള്ള മറ്റു ചില പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ നിലവിൽ യുദ്ധത്തിനുപരിയായി ഒരു രക്തരഹിത സമവായത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അവിടെ ഒരു ദീർഘകാല പരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പാകിസ്ഥാൻ ഒരിക്കലും തല്ലിയാലും കൊണ്ടാലും കിട്ടിയാലും ഒന്നും പഠിക്കാത്തൊരു രാജ്യമാണ്. ബിക്കോസ് അവർക്ക് ബേസിക്കലി കൈൻഡ് ഓഫ് ഒരു ഡിപ്ലോമാറ്റിക്കൽ അപ്രോച്ചോ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചോ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, കാശ്മീരി മിലിറ്റൻസി, അതുപോലെ പഞ്ചാബ് മിലിറ്റൻസി ഉണ്ടായിരുന്നു, ആസാം നാഗാലാൻഡ് മിലിറ്റൻസി ഉണ്ടായിരുന്നു. ഇവരൊക്കെ വെടിവെച്ച് കൊല്ലുക ഇതിൻ്റെ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാശ്മീരി മിലിറ്റൻസിയിൽ മാത്രമാണ് ഈ തല വെട്ടിക്കൊല്ലുക, തല അറുത്തു കൊല്ലുക, ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ബിഹേവിയർ ചെയ്യുന്ന ഒരു മിലിറ്റൻസാണ് ഈ കാശ്മീരി മിലിറ്റൻസ്. കാശ്മീരി അല്ല, ഈ മുജാഹിദ്ദീൻ്റെ, അതുപോലെ തന്നെ ലഷ്കർ തോയ്ബ, ജെ കെ എൽ എഫ് ഒക്കെ ഒതുങ്ങിയിപ്പം ഇവന്മാരൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ളതാണ്. അപ്പോൾ അവർ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു ക്രൂവൽ മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ്. അവർക്ക് ബന്ധങ്ങളില്ല, അവർക്ക് ജാതിയോടുള്ള സ്പിരിറ്റ് ഒന്നുമില്ല. അവർക്കിപ്പോൾ ഇന്ത്യക്കാരെന്നുള്ള ഇത് ഇവിടെ വന്നിട്ട് കാശ്മീരിൽ വന്നിട്ട് ചോദിച്ചു ഹിന്ദു അത് മുസ്ലിം, അവർക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ടു ദം. ഇവിടുത്തെ ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ശരി, അവർക്കെല്ലാം ഒരു ഇന്ത്യൻ മരിച്ചു ആൻഡ് ദേ ആർ സാറ്റിസ്ഫൈഡ്. ഇതെന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? സോ ദാറ്റ് നമ്മളിവിടെ കിടന്നിട്ട് തല്ലുകൂടിക്കൊണ്ടിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കുറച്ച് ഫോഴ്സസിനെ കൂടുതൽ ഇടേണ്ടി വരുമായിരിക്കും. ഇട്ടുകഴിഞ്ഞാലും ടൂറിസ്റ്റുകളെ വരാനുള്ള എല്ലാവിധത്തിലുള്ള ഇതും ചെയ്യണം. കാരണം ഈ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ വരുന്നത്. അവിടുന്ന് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റിൽ പോകുന്നവരെയും കൂടെ ഈ എല്ലാം ലഗേജ് ഒരു 3-4 പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ഇറക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ചില സമയത്ത് അതെല്ലാം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. നമ്മളിവിടുന്ന് ചെല്ലുന്ന ആൾക്കാർക്ക് അവിടെ പോകുമ്പോൾ ഇറങ്ങി അങ്ങ് പോയി, അവിടെ ഒരു ചെക്കിങ്ങും ഇല്ല. പിന്നെ ഈ തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിനകത്ത് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് മുമ്പ് CRPFൻ്റെ അവിടെ വേറൊരു ചെക്കിങ്ങും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇതെല്ലാം സാധനങ്ങൾ ഇറക്കി ഇതൊക്കെ ടൂറിസ്റ്റുകളെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. എല്ലാം ക്ഷീണിച്ചിട്ടാണ് ഈ തിരിച്ചു പോകുന്നത്, 3-4 ദിവസം എൻജോയ് ചെയ്തിട്ട്. അവിടെ ഗവൺമെൻറ് ഷുഡ് ഗീവ് സം ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഇല്ലേ, നിങ്ങൾ വണ്ടിയിൽ നിന്നു ഞങ്ങൾ ചെക്ക് ചെയ്തോണ്ട്. അതല്ല, അവർ ലേബേഴ്സിനെ പോലെ അവിടെ ലേബേഴ്സും ഇല്ല, ആളുമില്ല, ഒന്നുമില്ല. കുട്ടികളെ എല്ലാവരെയും കൂടെ ഇറക്കി, വയസ്സായിട്ടുള്ള ആൾക്കാരെയും കൂടെ ഇറക്കണം. ഇതെല്ലാം ഒരു ഫ്രണ്ട്ലി ബേസിസിൽ ഗവൺമെൻറ് ഷുഡ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ പബ്ലിക് ടു കം ആൻഡ് കംഫർട്ടബിളി ഗോ ബാക്ക്.
അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ദ ടൂറിസ്റ്റ് വിൽ അഗെയിൻ ഗോ. നൗ ദ സീസൺ ഈസ് കമ്മിങ്, അമർനാഥ് യാത്ര ഈസ് കമ്മിങ്. ഇവിടെ എല്ലാം എന്ത് തന്നെയാലും ശരി സെക്യൂരിറ്റി ഹാസ് ടു ബി എൻഹാൻസ്ഡ് ബിക്കോസ് ഓഫ് ദിസ് വൺ ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വി ഡോണ്ട് ഹാവ് ടു ബോദർ ഫോർ ഇറ്റ്. ഇന്ന് യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. വി ഗോട്ട് കൺട്രോൾഡ് വാർ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ കാർഗിൽ നടന്നത് കൺട്രോൾഡ് വാറായിരുന്നു, ലിമിറ്റഡ് വാർ. ആ ഒരു സ്ഥലത്ത് മാത്രം ലിമിറ്റായിട്ടുള്ളത്. ഇതിപ്പോൾ ഈ LOCക്ക് അപ്പുറത്ത് കിടക്കുന്ന ഈ ക്യാമ്പുകളിലൊക്കെ എവിടെയൊക്കെയാണ് അതെല്ലാം മാർക്ക് ചെയ്തിട്ട് എല്ലാം തീർക്കേണ്ടത് തീർത്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ന്യൂക്ലിയറിലേക്കൊന്നും സംസാരം പോകുന്നില്ല. പിന്നെ നിങ്ങളിവിടെ ഡിപ്ലോമാറ്റിക്കൽ ടോക്ക് നടത്തണം, അവരായിട്ട് സമവായിക്കും. ബുൾഷിറ്റ്. ഇറ്റ്സ് നോട്ട് ഡൺ അറ്റ് ദിസ് സ്റ്റേജ്. എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങളങ്ങനെ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചോ, പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ നിരപരാധികളായിട്ട് കിടന്നുറങ്ങിയിരുന്ന കുട്ടികളെയും ഭാര്യയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും അനിയനെയൊക്കെ കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ബി എ ഗാന്ധിയൻ. ഐ വിൽ ബി എ ടിപ്പിക്കൽ ആ ഒരു തോക്കെടുത്തിട്ടുള്ളൊരു പട്ടാളക്കാരൻ തന്നെയായിരിക്കും. അവിടെ മേഴ്സി. അപ്പം അതിനെ നമ്മളൊരു യുദ്ധമായിട്ടല്ല കാണുന്നത്. യുദ്ധത്തിൻ്റെ ആവശ്യമില്ല അതിൽ. അതല്ലാതെ തന്നെ അതും ചെയ്യാം, കൂട്ടത്തിൽ ഇവർക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുത്ത് സേഫ്റ്റി. മേജർ രവി പറയുന്നത് പോലെ ഒരു യുദ്ധം അല്ല, ഒരു സമവായം, അതിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സമവായത്തിനുള്ള സമയമല്ല ഇത്. എന്തായിരിക്കാം ഈ കശ്മീരിനെ നമുക്ക് ഒരു സമാധാന താഴ്വരയാക്കാൻ സാധ്യമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ? എന്നോടല്ല സോണി ചോദ്യം അല്ലേ? അതെ. ഓക്കെ, അപ്പം മേജർ രവി പറഞ്ഞ ഞാൻ പുള്ളിക്കാരനെ ബ്ലെയിം ചെയ്യത്തില്ല. അതിപ്പം പുള്ളിക്കാരൻ എൻഡ് ഓഫ് ദ ഡേ ഈസ് എ സോൾജിയർ. അപ്പം നമ്മള് ഒരു ഇങ്ങനൊരു സന്ദർഭം വരുമ്പോൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, ഐ മീൻ അതിലുള്ള ഒരു ഈ കുറച്ച് ആൾക്കാരെ പുറത്താക്കുന്നു, അറ്റാഷെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ ഹൈക്കമ്മീഷനെ തിരിച്ചു വിളിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് എംപ്ലോയീസിനെ കുറയ്ക്കുന്നു. ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ പോകുന്ന കാര്യമാണ്. ഒരു യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും താല്പര്യമില്ല. കാര്യം അത് നമ്മുടെ ആരുടെ ഒരു പ്രിഫറൻസും അല്ല യഥാർത്ഥത്തിൽ അറ്റ് ദിസ് പോയിന്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ത്യ ഓൾറെഡി നമ്മളിപ്പോ ഈ ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെന്റിനെ ബ്ലെയിം പല ആൾക്കാരും പറഞ്ഞു കേട്ടു. ഒരിക്കലും അത് എനിക്ക് തോന്നുന്നില്ല അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് ഈസ് ഡൂയിങ് എവറിത്തിങ് ദാറ്റ് ദേ ക്യാൻ ഡു. അതിന്റെ അകത്ത് ഒരിക്കലും ഒരു തോക്ക് എടുത്തുകൊണ്ട് നേരെ പോയി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ പേഴ്സണലി പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ചിന്തയാണത്, അതൊരു തെറ്റുമില്ല. ഞാനൊരു സോൾജിയർ ആണെങ്കിൽ ഞാനും അതുപോലെ പറയത്തുള്ളൂ. പക്ഷേ ഒരു നാഷണൽ ലെവലിൽ വരുമ്പോൾ അത് 100% അത് അവരാദ്യം ചെയ്യുന്നത് ഇതുപോലുള്ള ചില വെട്ടിച്ചുരുക്കുകളും ചില ടൈറ്റും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അവരെ കോർണർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പം നെക്സ്റ്റ് ലെവലാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 140 കോടി വരുന്ന ഇന്ത്യൻസ് അവരോടാണ് ഈ ഒരു 3-4 ടെററിസ്റ്റുകൾ, ഈ പാകിസ്ഥാൻ ട്രെയിൻ ടെററിസ്റ്റുകൾ, അതായത് ഈ ലഷ്കർ തോയ്ബയുടെ ഒരു സഹസംഘടനയാണ് ഞാൻ ഈ മനസ്സിലാക്കിയതനുസരിച്ച് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു 3-4 പേര്. അപ്പൊ ഈ 140 കോടി ജനങ്ങളോട് ഈ 4-5 പേരോ അല്ലെങ്കിൽ ഇവർ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒന്നും നേടാൻ പറ്റത്തില്ല. കാശ്മീരിനെ സമാധാനത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേരും രഞ്ജിത്തും പറഞ്ഞു, മേജർ രവിയും പറഞ്ഞിരുന്നു, അതായത് ആ സ്ഥലം സേഫ് ആണെന്ന് നമ്മൾ ഈ പോകുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാക്കണം. അതിന് വേണ്ട നടപടികളാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ we don't want to hear the difference or the lack of communication between forces and the local administration. Nothing. നമ്മളെ സംബന്ധിച്ച് അതൊരു കൺസേണേ അല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുടുംബമായിട്ട് അവിടെ പോകുമ്പം ഈസ് ദാറ്റ് എ സേഫ് പ്ലേസ് ഓർ നോട്ട്, അതാണ് നമ്മുടെ ഒരു കൺസേൺ. അപ്പം ആസ് ഓഫ് ടുഡേ ഇപ്പൊ നമ്മളൊരു സാധാരണക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാശ്മീർ ഇപ്പൊ ഒരു പേടിയുള്ള സ്ഥലമാണ്. അതായത് പണ്ടുള്ളത് പോലെ നമുക്കൊരു കുറെ വർഷങ്ങളായിട്ട് കാശ്മീരിൽ വളരെ സമാധാനമായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു, ഞാനും എന്റെ കുടുംബം മൊത്തം വളരെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും പോയതാണ്. എന്നെ പോലുള്ള നിങ്ങൾ ഓരോരുത്തരും പോയിരിക്കുക. പക്ഷേ ഇനി കാശ്മീർ എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട് മനസ്സിൽ. നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. കാര്യം നമുക്ക് ഒരാളല്ലല്ലോ, നമ്മളൊരു കുടുംബമായിട്ട് പോകുന്നു അല്ലെങ്കിൽ കൂട്ടുകാരോട്ട് പോകുന്നു. നമുക്ക് നമ്മുടെ കൂടെയുള്ള ആരുടെയും ജീവൻ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഒരു we learned a lesson. So ആക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും, ഒരു സംശയം വേണ്ട കാര്യത്തില്. അത് ഈ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യത്തില്ല എന്നുള്ള നമ്മുടെ ട്രഡീഷണൽ ഒരു ചിന്തയെ ഫുള്ള് മാറ്റിമറിച്ചു. അതുകൊണ്ട് ഇപ്പം ഈ അടുത്ത ആക്ഷൻ വരാൻ പോകുന്നത് ഉറപ്പായിട്ടും ഈ ടൂറിസ്റ്റുകൾ പോകുന്നിടത്തെല്ലാം, ഞാനിപ്പോ എന്റെ ഒരു തോട്ട്സ് പറയാം, ഞാനിപ്പോ അറിഞ്ഞത് അങ്ങനെയാണ്, അവിടെ
ഇനി അവർ കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കും. അതില്ലെങ്കിൽ കാശ്മീർ പഴയ രീതിയിലേക്ക് പോകേണ്ടി വരും. അതെ, താങ്ക് യു സുനിൽ. ശ്രീ രഞ്ജിത്ത് പിള്ളെ, ഇപ്പോൾ നമുക്കറിയാം കുറേ ദിവസങ്ങളായി, ഇപ്പോൾ 2-3 ദിവസങ്ങളായി ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ ടെറൈൻ നമുക്കറിയാം, വലിയ ചെങ്കുത്തായ പാതകളും വനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഈ തെരച്ചിൽ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം എത്രയും വേഗം ഇത്രയ്ക്കും ഭീതിജനകമായ ഒരു ടെറൈനിൽ നിന്നും ഇതേപോലെയുള്ള ഭീകരവാദികളെ എവിടെ നിന്നും കണ്ടെത്തി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനും ജനങ്ങളെ ഭീതിമുക്തമാക്കാനുമുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ക്രിസ്tina, ഈ നമ്മള് കാശ്മീരിൽ 2019 ശേഷമുള്ള ഒരു അവസ്ഥയും 2019 മുമ്പുള്ള ഒരു അവസ്ഥയും നോക്കുക എന്നുള്ളതാണ്. 2019 മുമ്പ് അല്ലെങ്കിൽ 2019 ശേഷം കാശ്മീരിൽ തന്നെ അവിടുത്തെ തദ്ദേശീയർക്ക് ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉണ്ടായി. അവര് ഈ പറയുന്ന അവരുടെ വീടുകളിൽ കൂടുതൽ എന്താണ് സൗകര്യങ്ങൾ ഉണ്ടായി വരുന്നു. ഈ ടൂറിസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ വേറൊരു മാർഗമായി മാറുകയാണ്. അപ്പോൾ അവർ കൂടുതലും ഇതിനെ സ്നേഹിക്കാനും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും നടക്കുന്നു എന്നുള്ളതാണ് അതിൽ സത്യം. പക്ഷെ ഒരു മൈനോറിറ്റി ഉണ്ട്, ഇപ്പോഴും ഒരു ലോക്കൽ സപ്പോർട്ടോട് കൂടിയാണ് ഈ ടെററിസ്റ്റുകൾ ഇവിടെ ഈ പറയുന്ന അറ്റാക്ക് എല്ലാം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബ്രെയിൻ മാപ്പ് ചെയ്ത് ആ ബ്രെയിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള കുറേ ചെറുപ്പക്കാരുണ്ടാകാം, അല്ലെങ്കിൽ അതിലെ ആ അവസ്ഥയിലോട്ട് പോയ ആളുകളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ലോക്കൽ ആളുകളുടെ ഹെൽപ്പോട് കൂടിയാണ് ഇവർ ഈ ടെറൈനിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവരുടെ ഒളി സങ്കേതങ്ങൾ ഒരുക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ആർമിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റം മനസ്സിലാക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു രാജ്യമാണ്. വളരെ ശക്തമായി ഇന്റലിജൻസ് ബേസ്ഡായിട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ ആർമി സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഗ്രാസ് റൂട്ട് ലെവലിൽ തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ബിഗ് ഡീൽ ഒന്നുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യ ആ 19 ശേഷം വന്ന മാറ്റങ്ങൾക്ക് ഒരു വിഘാതം ഉണ്ടാകാതെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഈ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രായോഗികമായ തലത്തിൽ മനസ്സിലാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ബാക്ക്ഫയർ ചെയ്യും. നമ്മൾ അവിടുത്തെ ജനതയെ അവരെ കൺവേർട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കി ടൂറിസം പ്രൊമോട്ട് ചെയ്ത് അതവർക്ക് വരും. നമ്മൾ ഉദാഹരണത്തിന് അറിയാം, അവിടുത്തെ ഒരു കുതിര റിക്ഷക്കാരൻ പറയുന്നുണ്ട് അവനിപ്പോൾ ഒരു ദിവസം 1000-1500 വരുമാനമുണ്ട്. 2019 മുമ്പ് പട്ടിണിയായിരുന്നു. അപ്പോൾ ആ പട്ടിണി നിന്ന അവസ്ഥയിലേക്ക് ഒരു ജീവനോപാധി കിട്ടിവരുന്നു. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവനുണ്ട് എന്ന് അവനെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നൊരു സ്റ്റേജാണ് ഇവിടെ. അവിടെ നമ്മുടെ മാധ്യമത്തിനും ഒരു വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഇതിനെ പ്രൊപ്പഗണ്ട ചെയ്യുമ്പോൾ ഇത് നാളെ ഇനി ആർക്കും വരാൻ പറ്റാത്തൊരു ഭീകരവാദികൾ എപ്പോഴും ആക്രമണം സാധിക്കുന്നൊരു സ്ഥലമാണ് ഇതെന്നൊരു മെസ്സേജ് കൊടുക്കാതെ ഇതിനെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്, ആ സിസ്റ്റത്തിൽ വിശ്വസിക്കൂ എന്ന രീതിയിലൊരു പ്രൊപ്പഗണ്ട കൊടുക്കുക എന്ന് പറയുന്നതും ഒരു അനിവാര്യമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ശരിയായ കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇപ്പോഴത്തെ അവരുടെ ഇമോഷണൽ ഇൻസെക്യൂരിറ്റി മാറ്റുക, കശ്മീരിനെ ഒരു പുതിയ കശ്മീരായി, വികസിത കശ്മീരായി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മളും അതോടൊപ്പം തന്നെ ആയിരിക്കും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മേജർ രവി, ശ്രീ സുനിൽ വർഗീസ് ആൻഡ് ശ്രീ രഞ്ജിത്ത് പിള്ളൈ. പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുന്ന രാജ്യമാണ്. പല സർക്കാർ ഓഫീസുകളും സർക്കാർ മന്ദിരങ്ങളും ഒക്കെ ഓഡിറ്റോറിയങ്ങളായി വാടകയ്ക്ക് കൊടുത്ത് പണം നേടിയിട്ടുള്ള പട്ടിണി പാവങ്ങളായ ആ ജനതയോട് ചെയ്യുന്നത് ശരിയാണോ? ഈ കൊലച്ചത് ശരിയാണോ പാകിസ്ഥാൻ സർക്കാരെ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക്. അടുത്ത വാരം മറ്റു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.